അപ്പോളേ ഇന്ന് ഞായറാഴ്ച കേട്ടാ. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് അട ഉണ്ടാക്കിയാലോ? ശർക്കര ഉരുക്കി അതിലേക്ക് നാളികേരം ഇടണം. നാളികേരം ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിലേക്ക് കുറച്ച് ജീരകവും കുറച്ച് 2 ഏലക്കായ കുത്തിയതും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കുറച്ച് അവിലും കൂടി ഞാൻ ഇടുന്നുണ്ട്. അപ്പം അതിൽ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് ചുരുങ്ങും, ഇങ്ങനെ ഒരു ഡ്രൈ ആയ പോലെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി ചൂടുവെള്ളത്തിലാണ് കുഴച്ചത്. നല്ലപോലെ കുഴച്ചിങ്ങനെ നല്ല പഫി ആവുമ്പോൾ നമ്മൾ വാഴയുടെ ഇലയിലാണ് അട ഉണ്ടാക്കണത്. അപ്പം അതിങ്ങനെ പരത്തി എല്ലാം ഇങ്ങനെ പരത്തിയതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ ശർക്കരയും നാളികേരവും അവലും കൂടിയിട്ടുള്ള കൂട്ട് ഞാൻ അതിലേക്ക് വെക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ഈക്വലാവണ്ടേ. ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ഓരോന്നാക്കി വരുമ്പോൾ അവസാനം എത്തുമ്പോൾ ഉണ്ടാവില്ല, എന്നിട്ട് ആദ്യം പുതിയ വീണ്ടും ആക്കണം. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം എല്ലാത്തിലും അങ്ങനെ ഞാൻ കറക്റ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഓരോ ഇലകളും ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ മടക്കി സെറ്റാക്കി വെക്കുക. ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് മറ്റേ ഭാഗം ഇങ്ങനെ മടക്കല്ലേ ചെയ്യുക നമ്മൾ. പഞ്ചസാര വെക്കുന്നവർക്ക് പഞ്ചസാര വെച്ച് ചെയ്യാട്ടോ. എനിക്ക് ശർക്കരയാണ് ഇഷ്ടം, പഞ്ചസാര ഞാൻ കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇങ്ങനെ മടക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഡലി പാത്രത്തിൽ ആവി കയറ്റുകയാണ് ചെയ്യുക. ഞാൻ ചുട്ടെടുക്കേണ്ടവർക്ക് ചുട്ടെടുക്കാം. പിന്നെ ആവി കയറ്റുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ ഒരു സ്പോഞ്ച് പോലെ ആവാറുണ്ട്. അപ്പോൾ അതിലിങ്ങനെ നമ്മൾ അടയ്ക്ക് ഓരോന്ന് ഇങ്ങനെ വെക്കുക. ഇടയ്ക്ക് എന്നിട്ട് തുറന്ന് നമ്മൾ അതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലും മറ്റേ സൈഡിൽ വേവാനിന് വല്ലതും ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തിരിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെന്ത് വരും. നമുക്ക് ഒരു 10-15-20 മിനിറ്റ് കൊണ്ട് നമുക്കത് സെറ്റാവും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി നെയ്ച്ചോറാണ് വയ്ക്കാൻ പോണത്. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞ് നേരെ കുളിയൊക്കെ കഴിഞ്ഞു, ചായ കുടിച്ചു, കുറച്ച് നേരമൊക്കെ ഫോണിൽ നോക്കിയിരുന്നു. എന്നിട്ട് ഞാൻ 10 മിനിറ്റ് നമ്മുടെ നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടല്ലോ കുതിരാൻ വെച്ചിട്ട് അത് വെള്ളം വാർക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിനകത്ത് അണ്ടിപ്പരിപ്പ് വറക്കാനിട്ടു. അണ്ടിപ്പരിപ്പ് നെയ്യിലാണ് വറക്കണത് കേട്ടോ. നല്ലപോലെ അത് ഇങ്ങനെ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മളത് കോരിയെടുത്ത് വയ്ക്കുക. അല്ലെങ്കിൽ അത് നല്ല തീയിലും കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. പിന്നെ ഒരു ഭംഗിയും ഉണ്ടാവില്ല, നമുക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഉണക്കമുന്തിരിയാണ് ഇടുന്നത്. ഉണക്കമുന്തിരി ഇതേപോലെ ഒരു മിനിറ്റ് ആവുമ്പോഴേക്കും നമുക്ക് എന്തെന്നാൽ ഈ മുന്തിരി എല്ലാം ആ നെയ്യിൽ കിടന്നിങ്ങനെ പോലെ ആയി വരും. അതാണ് ഉണക്കമുന്തിരിയുടെ പാകം വരുന്നത്. അതും കോരിയെടുക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, 3 സവോള ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ. അതായത് നടു പീസാക്കിയിട്ടല്ല ഞാൻ കട്ട് ചെയ്തത്, വലുതാക്കിയിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ. അത് ഈ നെയ്യിൽ തന്നെ പോരാത്ത നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതിലിട്ടിട്ട് വറുത്തെടുക്കുക കേട്ടോ. സവോള ഇട്ടു. സവോള നല്ലപോലെ വഴറ്റിയെടുക്കുക. അത് വേറൊരു അടുപ്പിൽ അതായിക്കോളും, ഇങ്ങനെ ലോ ഫ്ലെയിമിലാണ് അത് കിടന്ന് ഇങ്ങനെ വന്നോളും. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു പോട്ട് വെച്ചിട്ട് അതിനകത്ത് നെയ്യ് ഒഴിക്കുക. നമ്മൾ നെയ്ച്ചോറെന്ന് പറയുമ്പോൾ ഒരുപാട് നെയ്യ് ഇതിനകത്ത് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെയ്യിൽ ഇങ്ങനെ കുഴഞ്ഞിങ്ങനെ ഇരിക്കണം ആ ചോറ്. അതാണ് അതിൻ്റെ ഒരു രസം. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യ് നല്ല നാടൻ നെയ്യാണ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണത്. അത് ഇന്നലെ 2 ദിവസം മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു.
അപ്പം അതിനകത്തേക്ക് നെയ്യ് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 2-3 ഏലക്കായ കുത്തിയത് അതിലേക്ക് ഇടുക. പിന്നെ കറുകപ്പട്ട ഇടുക. പിന്നെ കറുകയുടെ ലീഫ് ഉണ്ടായിരുന്നു, അതും ഞാൻ 2ആയി കീറിയിട്ട് ഇട്ടിട്ടുണ്ട് അതിനകത്ത്. അതിങ്ങനെ നല്ലപോലെ ഒന്ന് ചൂടായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ 2 സവോള അരിഞ്ഞത് അതിലേക്ക് ഇടുക. അത് ഇതേപോലെ നമ്മൾ കറി വെക്കുമ്പോഴൊക്കെ പോലെ നല്ല പോലെ ഇങ്ങനെ വാടി വരേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തണ്ട. അതൊരു പാതി വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അരി കുതിർത്തിട്ട് വെള്ളം വാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. കണ്ടോ, അതിങ്ങനെ ഒരു പാതി ആയിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ അരി ഇട്ടു. അരി ഇട്ടിട്ട് നമ്മൾ വെള്ളം പാടില്ല കേട്ടോ. അപ്പോൾ അരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ ഇളക്കുക. അപ്പം നമ്മൾ ഈ കറുകപ്പട്ടയും ഏലക്കായും നെയ്യും കൂടിയിട്ട് ഈ അരിയും ഒക്കെ കൂടി മിക്സായി വരുമ്പോൾ ഈ അരിയുടെ നല്ല വൈറ്റായിട്ടുള്ളൊരു കളറ്, ഒരു ചെറിയ ഒരു ബ്രൗൺ കളർ ആവണേ, ആ ഒരു ഏകദേശം ആ ഒരു ലെവലിലെത്തും. എന്നിട്ട് നമ്മളേത് പാത്രം കൊണ്ടാണോ അരി എടുത്തത് ആ പാത്രം കൊണ്ട് തന്നെ വെള്ളം ഇളക്കണം. എന്നാലാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം കണക്കിന് ഞാൻ ഒഴിച്ച് വെച്ചിട്ട് അത് ഇളക്കി ഉപ്പിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് മൂടി വെച്ച് വേവിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. കുറച്ചും കൂടി വേവണമായിരുന്നു. അപ്പോൾ ഒരു 2-3 മിനിറ്റും കൂടി മൂടി വെക്കണമായിരുന്നു. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഓരോരുത്തർക്കും പാകത്തിനുള്ള വേവിനനുസരിച്ച് വേണം അത് എടുക്കാൻ. അത് ഇളക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ ചോറ് ഇങ്ങനെ വിട്ട് കിടക്കും. ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുമ്പോഴാണ് അങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒട്ടിപ്പിടിച്ച പോലെയാവും. നമ്മൾ നെയ്യും വേണം അതേപോലെ നല്ല റൈസായിട്ട് നമുക്ക് കിട്ടാനായിട്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നന്നായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോള വറുത്തതും ഒക്കെ ഇട്ട് നല്ല ഒരു ഭംഗിയാക്കി എടുക്കുക. അപ്പോൾ നമ്മളെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് അതാണ് കേട്ടോ. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് ഇന്ന് ഉണ്ടാക്കുന്നത് ചായക്ക് വേറെ പലഹാരം ഉണ്ടെങ്കിൽ അത് എടുത്തില്ലെന്ന് മുട്ട റോസ്റ്റ്, മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 2 ആദ്യം എടുത്തത്, എന്നിട്ട് ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട്. പാൻ വെച്ച് നെയ്യ് ഒഴിച്ചു. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് കുറച്ച് ഒരു പൊടി ഉപ്പിടാം. ഉപ്പിട്ടിട്ട് നമ്മൾ ബ്രെഡ് ഇതിൽ മുക്കിയിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പാനിൽ നെയ്യിലാണ് ഞാൻ പൊരിച്ചെടുക്കണത്. ഈ കോഴിമുട്ട ബീറ്റ് ചെയ്തതിൽ നമ്മൾ മുക്കിയിട്ട് ഇതിൽ വയ്ക്കും. തിരിച്ചു മറിച്ചിട്ട് അപ്പം തന്നെ ആകും. അപ്പം ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരെയും സപ്പോർട്ട് വേണം.